Hi students, welcome to my college programs. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പാർലമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് സുപ്രീം കോർട്ട്, ലോക്സഭ, രാജ്യസഭ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇലക്ഷൻ, ഡ്യൂട്ടീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അമെൻമെന്റ്സ്, ആർട്ടിക്കിൾസ്, റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ എന്താ പറയുക ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം പാർലമെന്റ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം നമ്മുടെ ഹൈ ലെവൽ കണ്ടന്റ് ആണ് അല്ലേ. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും ഉന്നതത്തിൽ നിൽക്കുന്ന നിയമവ്യവസ്ഥ എന്നല്ല പാർലമെന്റ്. ഓക്കെ മിസ്, ഒന്ന് വായിക്കാം. Then parliamentary form of government in which the prime minister and his council of ministers are collectively responsible to the lower house and parliament, ലോകസഭ അല്ലേ. ഈ ഒരു പാർലമെന്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ രാജ്യസഭയും ലോകസഭയിലെയും ഒഫീഷ്യൽസ് കറക്റ്റ് ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, and it is the people of responsibility of members of parliament and these representative and legislative control of executive people, the prime minister and his council ministers, legislative, judiciary, council ministers, അങ്ങനെ കുറേ ആൾക്കാർ ഇൻക്ലൂഡഡ് ആണ് ഈ പാർലമെന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ അല്ലേ. അത് പിന്നെ ഇതിൽ പറയുന്നത് ഡിസ്ക്രൈബ് ദ കോമ്പോസിഷൻ ഓഫ് രാജ്യസഭ ആൻഡ് ലോകസഭ. പ്രധാനമായും പാർലമെന്റിലുള്ള രണ്ട് സെക്ഷനാണ് ലോകസഭയും രാജ്യസഭയും. ഓക്കെ, പിന്നെ ഫങ്ഷൻസ് പാർലമെന്റ് ഈ നേരത്തെ പറഞ്ഞ ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, കൗൺസിൽസ്, മിനിസ്റ്റേഴ്സിന്റെ ഡ്യൂട്ടീസ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ്. നെക്സ്റ്റ് പ്രൊസീജിയർ ഓഫ് ലോ മേക്കിംഗ് ആയും ഇന്ത്യൻ പാർലമെന്റ്. ലോ മേക്കിംഗ് അല്ലെ, നിയമം വേണം നമ്മുടെ രാജ്യത്തെ പിന്നെ വയലൻസ് ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്ട്രിക്റ്റ് ആവണം. അത് ഇപ്പൊ നമുക്കറിയാം, നമ്മളെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ചെറിയ എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ കഴുത്ത് വെട്ടുക, കൈയൊക്കെ വെട്ടുക ചെയ്യില്ലേ. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, ക്രൈം കുറവാണ്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ ഇന്ത്യൻ ലോസിൽ എന്താണ്, അത്ര കഴുത്ത് വെട്ടലും കൈ വെട്ടലും കാൽ വെട്ടലും ഒന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് പണിഷ്മെന്റ് പോലെ പോക്കറ്റ് അടിച്ചാലും മോഷണത്തിനൊക്കെ അതിൻ്റെതായ റിട്ടേൺ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് സെക്ഷൻ ഇത് പ്രകാരം എന്നൊക്കെ പറഞ്ഞ് വക്കീലന്മാർ വാദിച്ചിട്ട് ഓരോ ചിലപ്പോൾ പുറത്തിറക്കും ചെയ്യും. അപ്പോൾ നമ്മളെ മോഷണം എന്നുള്ളതൊക്കെ ഇവിടെ വലിയ കുറ്റകൃത്യമൊന്നും അല്ല അല്ലെ. ഈ പോക്കറ്റടി അതിനൊക്കെ ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഗൾഫ് നാടുകളിൽ മോഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശിക്ഷയായിരിക്കും. അങ്ങനെ നമ്മളെ ഇന്ത്യയിൽ എന്താണ്, ഓരോന്നിനും ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. Okay, then there are two sections in our parliament, that is Rajya Sabha and Lok Sabha. Okay, the first is we are discuss about Rajya Sabha. The first point is the Rajya Sabha is upper house of parliament. നമുക്കറിയാലോ, the Rajya Sabha is a upper department of our parliament and it's a permanent body of the cannot be dissolved. ഒരിക്കലും നശിച്ചു പോവാത്ത പെർമനന്റ് ബോഡിയാണ് നമ്മുടെ രാജ്യസഭ. The membership of the Rajya Sabha cannot exceed 250. Out of these, President nominates 12 members of the basis of their excellence in literature, science, art and social service. ഏതിലൊക്കെ നിപുണം എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യം നേടിയവരായിരിക്കണം. ഏതിലൊക്കെ ലിറ്ററേച്ചറിലും സയൻസിലും ആർട്ടിലും സോഷ്യൽ സയൻസിലൊക്കെ നന്നായിട്ട് വൈദഗ്ധ്യം നേടിയവരെയാണ് പ്രധാനമായും ഇതിലേക്ക് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, നെക്സ്റ്റ് രാജ്യസഭ, ദ ബോഡി ഓഫ് റെപ്രസെന്റിംഗ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യൻ യൂണിയൻ. നമ്മൾ ഇന്ത്യൻ യൂണിയനിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്ന പിന്നെ ബോഡി അല്ലെ, അതായത് രാജ്യസഭ ഇസ് ദ ബോഡി. രാജ്യസഭ നമ്മളെ ബോഡി തന്നെയാണ്, നമ്മുടെ എന്താ പറയുക, നമ്മളെ ഫിസിക്കൽ സ്ട്രെങ്ത് ആണ് രാജ്യസഭ. ദ ഇലക്റ്റഡ് members of the state legislative assembly elected the members of രാജ്യസഭ. state legislative assemblyയുടെ ഇലക്റ്റഡ് ജയിച്ച ആളുകളാണ് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത്. ഓക്കെ, but the state do not send equal numbers of members of Rajya Sabha. Their representation is decided to representation of the smaller lesser the representation, while the high state of like members in Delhi Assembly elects 3 members of Rajya Sabha. അതായത് അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് ക്വാളിഫിക്കേഷൻ നോക്കാം. ദ ക്വാളിഫിക്കേഷൻ ഫോർ ബിക്കമിങ് ഓഫ് രാജ്യസഭ മെമ്പേഴ്സ് as we follows. The qualification for becoming രാജ്യസഭ മെമ്പേഴ്സ്. ഒരു രാജ്യസഭ മെമ്പർ ആവണമെങ്കിൽ എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ? നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ആളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അല്ലേ. നമുക്കറിയാം, നമ്മൾ ഇന്ത്യക്കാരല്ല, പുറത്തുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ എന്താക്കുന്നില്ല, പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ഒന്നും ആക്കുന്നില്ല, ഇലക്ഷനിൽ തന്നെ ഉൾപ്പെടുത്തൂല, ചെറിയൊരു വാർഡ് മെമ്പർ പോലും ആക്കൂല. എവിടെ നമ്മൾ ഇന്ത്യയിൽ ജീവിക്കണം, നമ്മുടെ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് വേണം. അപ്പോൾ ഫസ്റ്റ് ഈസ് ഷീ ഷുഡ് ബി ഓർ ഹി ഓർ ഷീ, അവനാവട്ടെ അവളാവട്ടെ, he or she should be citizen of India at least 30 years of age. 30 years ആവണം. She should be or he should be make an oath or
affirmation of stating that he will be with true faith and allegiance of Constitution of India. എന്തായാലും സത്യസന്ധമായിട്ട് പ്രതിജ്ഞ എടുക്കണം, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഒരു പ്രതിജ്ഞ നിർബന്ധമായിട്ട് എടുക്കണം. This according to representation people of 1951 registered the voter of state. അത് 1951 അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത്. Then നെക്സ്റ്റ് പോയിന്റ്, ഒഫീഷ്യൽസ് ഓഫ് രാജ്യസഭ. ഒഫീഷ്യൽസ് നോക്കാം നമ്മൾ. രാജ്യസഭയിലെ ഒഫീഷ്യൽസ് ഏതൊക്കെയാന്ന് നോക്കാം. ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓഫ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ദ രാജ്യസഭ. ആരായിരിക്കും അതിന്റെ എക്സ്, അതായത് പുതിയൊരാൾ ഇലക്ഷനായി വരുമ്പോഴേക്കും കാര്യങ്ങൾ നോക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ആൻഡ് ദ വൈസ് പ്രസിഡന്റ് ഓവർ ദ മീറ്റിംഗ് ഓഫ് രാജ്യസഭ മീറ്റിംഗ് ഒക്കെ കൺട്രോൾ ചെയ്ത് നോക്കുന്നതൊക്കെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ആൻഡ് ഈസ് ആബ്സെന്റ് ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ. അദ്ദേഹത്തിന് ആബ്സെന്റ് വരുമ്പോൾ മാത്രം ആര് വരും? ഡെപ്യൂട്ടി ചെയർമാൻ. ഓക്കെ, അപ്പൊ ആദ്യം ഫസ്റ്റ് ആരാണ്? വൈസ് പ്രസിഡന്റ്. ഓക്കെ, വൈസ് പ്രസിഡന്റ്. സെക്കൻഡ് വരുന്നത് ഡെപ്യൂട്ടി അല്ലേ, ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. വൈസ് പ്രസിഡന്റിന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് നമ്മുടെ മീറ്റിംഗും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. And the vice president in the ex officio chairman is not member of Rajya Sabha, and normally it entitled vote for each vote for in case of me. What can be maximum strength of Rajya Sabha and the membership of election of the Lok Sabha. Next നമ്മൾ രാജ്യസഭയിൽ നമ്മൾ ഏകദേശം പറഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഈ ലോകസഭയിലാക്കാം. അൺലൈക്ക് ദ രാജ്യസഭ, ലോകസഭ ഈസ് നോട്ട് എ പെർമനന്റ് ബോഡി. ലോകസഭ ഈസ് നോട്ട് എ പെർമനന്റ് ബോഡി, പക്ഷെ രാജ്യസഭ ഈസ് എ പെർമനന്റ് ബോഡി അല്ലേ. രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന് പെർമനന്റ് ആയ ബോഡിയാണ്, പക്ഷെ ലോകസഭ പെർമനന്റ് ആയ ബോഡി അല്ല. ഇറ്റ് ഈസ് ഇലക്റ്റഡ് ഡയറക്ട്ലി ഇൻ ദ പീപ്പിൾസ് ഓഫ് ദി ബേസ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ്. നേരിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് നമ്മളെ ലോകസഭയിലുള്ളത്. It also called the popular house in lower house. The maximum permission of membership of Lok Sabha is 550. നേരത്തെ നമ്മൾ 250, ഇത് 550 of which directly elected the state. Okay, certain number of the seats have been റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഇതെന്തിനാണ്? കുറച്ച് റിസർവ് ചെയ്തിരിക്കും. ആർക്ക് വേണ്ടിയിട്ട്? ഈ ഒരു പോസ്റ്റ് ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റിലേക്കും കുറച്ച് സീറ്റ് വരെ മുൻകണ്ട് വെക്കും. ക്വാളിഫിക്കേഷൻ എന്താ? എന്തിന്? ലോകസഭയിലേക്ക് മത്സരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഷുഡ് ബി ലെസ് ദാൻ 25 years of age. എന്താണ്? 25 വയസ്സ് നിർബന്ധമാണ്, അതിൽ കുറഞ്ഞ ആൾക്കാർ എടുക്കുന്നില്ല. And he or she would be declared through the oath of affirmation that has true faith and allegiance of constitution. അതെന്തായാലും എല്ലാവരും കോമൺലി പറയുന്നൊരു വേർഡാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്താവണം? സത്യസന്ധമായി വിശ്വസിക്കുകയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെ നെഞ്ചിലേറ്റുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ അത്ര ഹൃദയത്തിൽ കൊണ്ടുവന്നാൽ നമ്മളൊന്നും വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല. Must possess such qualification of any laid down the parliament law, and he must be registered and the constitution of India. Okay, then person contesting from the reserved seat and scheduled caste and scheduled tribe as the case of may be. അപ്പോൾ ഇവിടെയൊക്കെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് മെമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ആദിവാസി, SC/ST, പിന്നെ അങ്ങനെയുള്ള ടോട്ടലി ലോവർ ക്ലാസ്സും പിന്നെ അങ്ങനെയുള്ള കുറേ റിസർവ്ഡ് പീപ്പിൾസ് ഉണ്ട്. അപ്പോൾ അവർക്കും എന്താണ് റിസർവ് ആക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഒഫീഷ്യൽസ് ഓഫ് ദ ലോകസഭ. ഒഫീഷ്യൽസ് എന്ന ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് സ്പീക്കർ. ആരാണ്? പ്രധാനമായും ദ സ്പീക്കർ ആൻഡ് ദ ഡെപ്യൂട്ടി സ്പീക്കർ. ഒഫീഷ്യൽസ് ഓഫ് ദി ലോകസഭ. ലോകസഭയിലെ പ്രധാനപ്പെട്ട ഒഫീഷ്യലാണ് സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. മറന്നു പോവല്ലേ, ഡെപ്യൂട്ടി സ്പീക്കർ. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമാണ് പ്രധാനമായും എന്തിലെ? ലോകസഭയിലെ ഒഫീഷ്യൽസ്. ആൻഡ് സം ഓഫ് ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്പീക്കർ ഇൻ ഫങ്ഷൻസ് ഓഫ് ഇവരുടെ ഫങ്ഷൻസ് എന്താ നോക്കാം നമ്മൾ അല്ലേ. ഫങ്ഷൻസ് നോക്കാം. എന്താണ് ഫങ്ഷൻസ് പറയുന്നത്? ദ ബേസിക് ഫങ്ഷൻ ഓഫ് സ്പീക്കർ. സ്പീക്കറുടെ ഫങ്ഷൻ എന്താണ്? ഓവർ ദ ഹൗസ് ആൻഡ് കോണ്ടാക്ട് ദ മീറ്റിംഗ്സ് ആൻഡ് ഹൗസ് ഓഫ് ഓർഡിനറി മാനർ. അറ്റ് ദ ബില്ല് റിപ്പോർട്ട് ആൻഡ് റെസൊല്യൂഷൻസ് ഇൻട്രൊഡ്യൂസ് ദ സ്പീക്കേഴ്സ് പെർമിഷൻ അല്ലേ. എന്തെങ്കിലും ബില്ല് പാസ്സാക്കാനോ അതൊക്കെ സ്പീക്കറെ പെർമിഷൻ നിർബന്ധമാണ്. ആൻഡ് ദ ഫങ്ഷൻ ഓഫ് സ്പീക്കർ ഈസ് പ്രിസൈഡ് ഓവർ ദ കണ്ടക്ട് ഓഫ് മീറ്റിംഗ് ഹൗസ് ഓഫ് ഓർഡർലി മാനർ അല്ലേ. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനും അത് ഒരാൾ ചിലപ്പോൾ അഭാവത്തിൽ മറ്റൊരാളുണ്ട്, അങ്ങനെ എല്ലാ ആബ്സെൻറ്റുള്ള അതൊക്കെ നികത്തി മൊത്തത്തിലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നതൊക്കെ സ്പീക്കറാണ്. ദെൻ എക്സ്പെക്റ്റഡ് ദ വോട്ട് ഫോർ മാനർ ഓഫ് impartially and independence remain decision parliamentary matters are final അല്ലേ. സ്പീക്കറുടെ ഡിസിഷൻ ആണ് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ. ആൻഡ് ദ കസ്റ്റഡിയൻ ഓഫ് റൈറ്റ്സ് ആൻഡ് പ്രിവിലേജ് ഓഫ് മെമ്പേഴ്സ് അല്ലേ, അതിൻ്റെതായ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ഷീ ഡിസ്ക്വാളിഫൈ ദ മെമ്പർഷിപ്പ് ഓഫ് കേസ് ഓഫ് ഡിഫെക്ഷൻ
ആൻഡ് റെസിഗ്നേഷൻ മെമ്പേഴ്സ് ഓഫ് ഡിസൈഡഡ് അബൌട്ട് ദ റെസിഗ്നേഷൻ. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റെസിഗ്നേഷൻ അടിച്ചു എല്ലായിടത്തും പറഞ്ഞതുപോലെ. ഇൻ കേസ് ഓഫ് ജോയിന്റ് സിറ്റിംഗ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ ദ സ്പീക്കർ പ്രസിഡന്റ് ഓവർ ദി മീറ്റിംഗ് അല്ലെ, ആ സമയത്ത് ഇത് കൺട്രോൾ ചെയ്യുന്നത് സ്പീക്കറും പ്രസിഡന്റുമായിരിക്കും. ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ എന്താണ്? ലെജിസ്ലേറ്റീവ് പാർലമെന്റിന്റെ ഫംഗ്ഷൻസിൽ ഇതെന്താണ്? ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ എന്താണ്? പാർലമെന്റിലെ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനും എന്താണിത്? ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. പ്രധാനമായും 3 തരം ഫംഗ്ഷനാണ് എന്തിലുള്ളത്? ഫംഗ്ഷൻസ് ഓഫ് പാർലമെന്റ്. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് പാർലമെന്റ് ഡിവൈഡഡ് ഇൻറ്റു എത്രയാണ്? 3. ഓക്കെ, 3 ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാ? ഫസ്റ്റ് ഈസ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, സെക്കൻഡ് ഈസ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ദ തേർഡ് ഈസ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആൻഡ് ഇലക്ട്രോറൽ ഫംഗ്ഷൻ. ആൻഡ് തേർഡ് അല്ല, ഫോർത്ത് ആണ് കേട്ടോ. ഫോർത്ത് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫോർത്ത് പവർ ഓഫ് റിമൂവൽ, ഫംഗ്ഷൻസ് റിഗാർഡിംഗ് ദ അമെൻമെന്റ് ഓഫ്